ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാണ് വിശേഷം? അമ്മ നാട്ടിലെത്തി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ തിക്കും തിരക്കും കാര്യങ്ങളുമായിരുന്നു. ഷാർജ എയർപോർട്ടിൽ അറൈവലിൻ്റെ അടുത്ത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിനെയും വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴായിരുന്നു അമ്മ വരുന്നത്. അമ്മ വരുന്നുവെന്ന് അറിയാതെ ഇരുന്ന ഞാൻ അതിൻ്റെ തലയ്ക്കും ദിവസം ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നു അമ്മ വരുമ്പോൾ എനിക്ക് ബൊക്കെ കൊടുക്കണമെന്ന്. എന്നിട്ട് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ പോകുമ്പോൾ ബൊക്കെ വാങ്ങിയാലോ എന്ന് കളിയാക്കി ചോദിച്ച ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, നമുക്ക് വാങ്ങാം, നമുക്ക് ആരോടും വേർതിരിവ് കാണിക്കേണ്ട, അവനും ശരിക്കും ഒരു സർപ്രൈസ് ആവട്ടെ എന്ന്. അങ്ങനെ ബൊക്കെ കയ്യിൽ കിട്ടിയപ്പോഴും അമ്മ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല. കാരണം ഈ കളിയാക്കി ചോദ്യങ്ങളും ഒക്കെ ഹസ്ബൻഡിൻ്റെ മാസ്റ്റർ പ്ലാനായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാനൊന്ന് ഞെട്ടി. ചേട്ടൻ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് വെയിറ്റ് നോക്കിയാണ്. നാട്ടിലേക്ക് പോകുന്ന പ്രവാസിയുടെ ഒരു കടമ്പയാണ് ഈ വെയിറ്റ് ചെക്കിങ്. ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് മതിയാവോളം കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ പാക്കിങ് കഴിഞ്ഞ് ചേട്ടൻ രാവിലെ ഡ്യൂട്ടിക്ക് പോയി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഊഴമായിരുന്നു. ബാക്കിയെല്ലാം സെറ്റാക്കി വെച്ച് അർഷിക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ അവൻ സ്കൂളിൽ പോയിരുന്നു. അവനെ ഞങ്ങൾ എയർപോർട്ടിൽ പോകുന്നതിന് വേണ്ടി എയർലി പിക്കപ്പ് ചെയ്തിരുന്നു. അതുകൊണ്ട് വർക്ക് ചെയ്യുന്ന സ്കൂളും അമ്മയ്ക്ക് കാണാൻ പറ്റി. എൻ്റെ ഒരു വർക്കിൻ്റെ മുന്നിൽ വെച്ച് അമ്മയുടെ ഒരു ഫോട്ടോയൊക്കെ എടുപ്പിച്ചു. പിന്നെ നേരെ എയർപോർട്ടിലേക്ക്. വിപിന് ബോഡി പാസ് കിട്ടുന്നതിന് ശരിക്കും ടെൻഷനായിരുന്നു. അമ്മയെ കൊണ്ടുവരണമെന്ന് വലിയൊരാഗ്രഹമായിരുന്നു. ഞാൻ അതാണ് നാട്ടിൽ പോകാതെ ഇവിടെ നിന്നത് 3 വർഷം. ഞാൻ നാട്ടിൽ പോയി അമ്മയെ കണ്ടാൽ അമ്മ ഇങ്ങോട്ട് വരില്ലല്ലോ. ഇനിയും ഇതുപോലെ അമ്മയെയും അച്ഛനെയും കൊണ്ടുവരണം. ഇപ്പോൾ ഇതെല്ലാം ഒരു സ്വപ്നം പോലെ. ഈ 2 മാസം എത്ര വേഗത്തിലാണ് പോയത്. ചുറ്റും നിന്നവരുടെ സ്നേഹത്തിനും പരിഗണനയ്ക്കും ഒരുപാട് നന്ദി.